JNU വിദ്യാർത്ഥി നേതാവ് ഉമർ ഖാലിദിന് ജാമ്യമില്ല. ഡൽഹി ഹൈക്കോടതിയാണ് ജാമ്യാപേക്ഷ തള്ളിയത്. അച്യുതൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അച്യുതൻ, എന്താണ് ഈ ജാമ്യാപേക്ഷ തള്ളാൻ കാരണമായി കോടതി ചൂണ്ടിക്കാട്ടുന്നത്? ഗൂഗിൾ 2020 ഡൽഹി കലാപ കേസിലെ ഗൂഢാലോചന കേസിലായിരുന്നു ഉമർ ഖാലിദ്, ഷർജിൽ ഇമാം ഉൾപ്പെടെ 7 പ്രതികളെ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നത്. ഇവർക്കെതിരെ UAPA ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ചുമത്തിയിരുന്നു. നിലവിൽ ജസ്റ്റിസ് നവീൻ ചൗള, ജസ്റ്റിസ് ശാലിന്ദർ കൗർ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് ഇപ്പോൾ ഈ പ്രതികൾ സമർപ്പിച്ച ജാമ്യാപേക്ഷയിൽ ജാമ്യം തള്ളിക്കൊണ്ട് ഒരു ഉത്തരവ് വിധി പ്രസ്താവിച്ചിരിക്കുന്നത്. അത്തർ ഖാൻ, ഖാലിദ് സൈഫി, മുഹമ്മദ് സലീം ഖാൻ, ഷിഫ ഉർ റഹ്മാൻ, ബീരാൻ ഹൈദർ, ഗൾഫിഷ ഫാത്തിമ, ഷമാദ് അഹമ്മദ് എന്നിവരാണ് മറ്റ് പ്രതികൾ. എന്തായാലും നിലവിൽ ഇവർക്ക് ജാമ്യമില്ല. ആ ജാമ്യാപേക്ഷ ഇപ്പോൾ ഡൽഹി ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ്. അതായത് ഇതിലെ നിലവിലെ പോലീസ് ഉൾപ്പെടെയുള്ള വിഭാഗം ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങൾ ശരിവെച്ചുകൊണ്ടാണ് ഡൽഹി ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, വർഷങ്ങളായി ജയിലിലാണ്, വിചാരണ തടവുകാരനായി തുടരുകയാണ്. പക്ഷേ ആ കേസിൽ ഇതുവരെയും വിചാരണ ആരംഭിച്ചിട്ടുമില്ല. ഉമർ ഖാലിദിന്റെ കാര്യത്തിൽ വധശ്രമം അടക്കം പല ഭീഷണികൾ ഒരു ഘട്ടത്തിൽ നേരിട്ട വ്യക്തി കൂടിയാണ്. ഈ കേസിൽ ഉമർ ഖാലിദിന്റെ വാദങ്ങൾ എന്തായിരുന്നു? അതിനെ എതിർത്തുകൊണ്ടുള്ള പ്രോസിക്യൂഷൻ വാദങ്ങൾ എങ്ങനെയായിരുന്നു? ഗോകുൽ ഗൂഢാലോചനയിൽ പങ്കില്ല, ഇത്തരത്തിൽ പോലീസ് ഉന്നയിക്കുന്നത് പോലുള്ള കാര്യങ്ങളിൽ താൻ പങ്കുചേർന്നിട്ടില്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിന്റെ വിചാരണ ഘട്ടത്തിലും ഒപ്പം തന്നെ ജാമ്യാപേക്ഷയിൽ വാദം തുടർന്ന ഘട്ടത്തിലും ഉമർ ഖാലിദും മറ്റു പ്രതികളും ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ നിലവിലെ അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇടപെടേണ്ടതില്ല എന്നാണ് ഡൽഹി ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ട നിരീക്ഷിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ ഇടയ്ക്ക് ഉമർ ഖാലിദിന് ഒരു ഇടക്കാല ജാമ്യം നൽകുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് വീണ്ടും ഒരു സ്ഥിര ജാമ്യത്തിനായി ഉമർ ഖാലിദ് സമീപിച്ചത്. അതിലിപ്പോൾ നിലവിലെ വാദങ്ങൾ പൂർത്തിയായി ആ ഉത്തരവ് പറയാനായി മാറ്റുകയും ഇന്നിപ്പോൾ ഉത്തരവ് പറയുമ്പോൾ പ്രതികൾക്ക് പ്രതികൂലമായ തരത്തിലേക്കാണ് ഡൽഹി ഹൈക്കോടതി തീരുമാനമെടുത്തിരിക്കുന്നത്. നിലവിൽ പ്രതികൾക്കെതിരെ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ അത് ശരിവെച്ചുകൊണ്ട് അത്തരമൊരു നിരീക്ഷണം നടത്തിക്കൊണ്ടാണ് ഡൽഹി ഹൈക്കോടതി ഇപ്പോൾ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നത്. ശരി അച്യുതൻ, ഏതായാലും 5 വർഷമായി ഉമർ ഖാലിദ് അങ്ങനെ വിചാരണയില്ലാതെ ആ കേസിൽ വിചാരണ തടവുകാരനായി തുടരുകയാണ്. സ്ഥിര ജാമ്യം ഇടയ്ക്ക് കിട്ടുന്ന 7 ദിവസം, അതാണ് ജീവിതത്തിൽ പ്രതീക്ഷ നൽകുന്നത്. ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും കണ്ട 7 ദിവസം മാത്രമാണ് പ്രതീക്ഷ എന്ന് ഉമർ ഖാലിദ് ഇടയ്ക്ക് കുറിച്ചിരുന്നു.